ഞാൻ ഡോക്ടർ സലിൽ കുമാർ, ഒരു ENT സ്പെഷ്യലിസ്റ്റാണ്. നമുക്കിന്ന് തലകറക്കം, എല്ലാ സർവ്വസാധാരണമായ ഒരു സിംറ്റമാണ് തലകറക്കം. അതിൻ്റെ കാരണങ്ങളും പരിശോധനയും എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളതിനെ പറ്റി സംസാരിക്കാം. പല കാരണങ്ങൾ കൊണ്ടും തലകറക്കം ഉണ്ടാകാം. ENT കൊണ്ടുണ്ടാകാം, കണ്ണിൻ്റെ അസുഖങ്ങൾ കൊണ്ടുണ്ടാകാം, തലച്ചോറിനെ ബാധിക്കുന്ന അസുഖങ്ങൾ കൊണ്ടുണ്ടാകാം. അപ്പോൾ തലകറക്കം ഒരു പ്രധാനപ്പെട്ട രോഗം തന്നെയാണ്. അതിനെ രണ്ടായിട്ട് തരംതിരിക്കാം. സെൻട്രൽ വെർട്ടൈഗോ ആണ് തലകറക്കുന്നത്. വെർട്ടൈഗോ, സെൻട്രൽ വെർട്ടൈഗോ എന്ന് പറഞ്ഞാൽ ബ്രെയിനിനകത്തും ബ്രെയിൻ സ്റ്റെമിനകത്തും ഉണ്ടാകുന്ന അസുഖങ്ങൾ ഉണ്ടാകുന്ന, അത് അപൂർവമായിട്ടുള്ള കാരണം. കൂടുതലായിട്ടും വരുന്നത് പെരിഫറൽ വെർട്ടൈഗോ, ചെവിയുടെ ലാബിരിന്ത്, ഇന്നർ ഇയർ, അതിനകത്തുള്ള കാരണങ്ങൾ കൊണ്ട് 75% പെരിഫറൽ വെർട്ടൈഗോ. തലകറക്കം എന്നൊരു രോഗി വരികയാണെങ്കിൽ നമുക്കത് വിശദമായ ഒരു ഹിസ്റ്ററി, എങ്ങനെ വന്നു, എപ്പോൾ വന്നു, എന്ത് ചെയ്തപ്പോൾ തലകറങ്ങി എന്നുള്ളത് ഒരു ചോദ്യം. ഹിസ്റ്ററി ടേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല പല കാരണങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തലകറക്കം ഉണ്ടാകാൻ വാസ്കുലർ, രക്തഓട്ടം കുറയുമ്പോൾ തലകറങ്ങാം, എപ്പിലെപ്റ്റിക് ഫിറ്റ്സ് പോലെ വരുന്ന തലകറക്കമുണ്ട്, പല പല മരുന്നുകൾക്ക് തലകറക്കം ഉണ്ടാകാം, ട്യൂമർ കൊണ്ട് തലകറക്കം ഉണ്ടാകാം, ന്യൂറോളജിക്കൽ ഡിസീസ് കൊണ്ടുണ്ടാകാം, ഓക്കുലർ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വന്ന വെർട്ടൈഗോ എന്നുള്ളതിൻ്റെ ഒരു ഫുൾഫോമായിട്ടാണ് വരുന്നത്. ഇനി ഒരു തലകറക്കത്തുള്ള രോഗി വരികയാണ്, അഥവാ ENT സർജനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് നമുക്ക് രോഗിയുടെ കേൾവിയെ പറ്റി പരിശോധന അല്ലെങ്കിൽ ഓഡിയോളജിക്കൽ ഇവാലുവേഷൻ അത് നടത്തേണ്ടതാണ്. പിന്നെ ഓഡിയോളജിക്കൽ ഇവാലുവേഷൻ കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാരണം BPPV എന്ന് വെച്ചാൽ ബിനൈൻ പാരോക്സിമൽ പൊസിഷൻ വെർട്ടൈഗോ. തലയുടെ പൊസിഷണൽ ചേഞ്ച് കൊണ്ട് തലകറക്കം അനുഭവപ്പെടാം. അത് രോഗി ഒരുപക്ഷെ ചിലപ്പം പറഞ്ഞു വീഴാം. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ BPPV എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് ചില എക്സസൈസ് ഉണ്ട്. എപ്പിലീസ് മാനുവർ, അപ്പോൾ മരുന്നുകളുണ്ടെങ്കിലും ഈ എപ്പിലീസ് പ്രൊസീജിയർ കൊണ്ട് നമ്മൾ ഏത് ഡയറക്ഷനിലാണ് തലതിരിക്കുമ്പോൾ തലകറക്കം ഉണ്ടാകുക എന്നുള്ളത് കണ്ടുപിടിച്ച് ഇതിൻ്റെ കാരണം ഇന്നർ ഇയറിൽ നിന്ന് ചില പാർട്ടിക്കിൾസ് അത് സെപ്പറേറ്റ് ആയി ജനറൽ ഒരു സെമി സർക്കുലർ കനാലിൽ പോകുന്നതുകൊണ്ടാണ് ഈ BPPV എന്ന തലകറക്കം ഉണ്ടാകുന്നത്. ഈ ഡിസ്ലോഡ് ചെയ്യപ്പെട്ട പാർട്ടിക്കിൾ തിരിച്ച് ഒരു അതിൻ്റെ എൻഡോർഗനിലേക്ക് കൊണ്ടുവരുന്ന എക്സസൈസാണ് ഡോർജെബിലി. സോ ഡി ട്രീറ്റ്മെൻറ്റ് എന്ന് വേണേൽ പറയാം. അതാണ് അതിൻ്റെ ചികിത്സ. അത് കഴിഞ്ഞാൽ പിന്നെ മരുന്നുകളുണ്ട്, പല പല മരുന്നുകളുണ്ട്. അതിൻ്റെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ബീറ്റായിസ്റ്റിൻ ടാബ്ലറ്റ്സ് ഉണ്ട്, ലാബിലിൻ സെഡേറ്റീവ്സ് ഉണ്ട്. അങ്ങനെ അതിനുശേഷം മരുന്നുകൾ കൊണ്ടും തലകറക്കം പൂർണ്ണമായിട്ട് മാറ്റും.